ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ജൂൺ 1 ജൂൺ 1 എന്ന് വെച്ചാൽ കുട്ടികളെല്ലാവരും കൂടി കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസമാണ് ഫസ്റ്റ് അല്ലേ. അപ്പോൾ അവർക്കൊരു സന്തോഷമാണ് എന്ന് വെച്ചാൽ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പുതിയ ടീച്ചർമാരെ കിട്ടും. അങ്ങനെ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും സന്തോഷത്തോടെ, എല്ലാ കുട്ടികളും സന്തോഷത്തോടെ ഇന്ന് സ്കൂളിൽ പോകുന്ന ദിവസമാണ് ജൂൺ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യത്തെ ദിവസം ഇന്ന് ക്ലാസ്സിൽ പോകുന്ന ദിവസത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവരിപ്പോൾ റെഡിയായിട്ട് വരുന്നതും ഫുഡ് കഴിക്കുന്നത്, പ്രാർത്ഥിച്ചിട്ട് പോകുന്നതും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനെന്താ ഇന്ന് പോണത്, സോണിയ ഇന്ന് പോണത്. അപ്പോൾ അത് കാരണം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ നോക്കും രാവിലെ തന്നെ. എല്ലാം വഴിയെല്ലാം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ജൂൺ 1 എല്ലാ കുട്ടികളും സ്കൂളിൽ പോകാൻ വേണ്ടി സന്തോഷിച്ചിരിക്കുന്നതും പിന്നെ കരച്ചിലും ബഹളവും എല്ലാം കൂടി ഒരു ഉത്സവം തന്നെയാണല്ലോ ഇന്നത്തെ ദിവസത്തിന്. അപ്പൊ പിള്ളേരെ ഒന്ന് കൊണ്ടാക്കാനുള്ള ഡ്യൂട്ടി ഇരിക്കുകയാണ്. ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് കൊണ്ടാക്കാൻ നോക്കിയിരിക്കണം. പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണ്, ചെയ്യുന്ന തിരക്കിലാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ റെഡിയായി, പിള്ളേരൊക്കെ റെഡി ആയിട്ടിരിക്കുന്നതാണ്. അപ്പൊ അവര് ഭക്ഷണം കഴിക്കണം, എന്നിട്ട് കൊണ്ടാക്കണം. പിന്നെ ആ കൂട്ടത്തിൽ കൂടെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കെന്നല്ല, എല്ലാ കൂട്ടുകാർക്കും, അതായത് നമ്മുടെ സ്കൂളിൽ പോകാൻ വേണ്ടി പോകുന്ന എല്ലാ കൂട്ടുകാർക്കും, കുഞ്ഞു മക്കൾക്കും ഞങ്ങളുടെ ചാനലിന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും പേരിൽ എല്ലാവിധ ആശംസകളും എല്ലാം നേരുന്നു. നല്ല രീതിയിൽ അവർ പഠിക്കാനുള്ള കൃപ ദൈവം ആ മക്കൾക്കൊക്കെ എല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ബാക്കി തുടർന്നാണ്. അപ്പോ നോക്കി ഈ ചീന വാരിക്കൊടുക്കണ ഇതൊക്കെ തന്നെ ഇവിടുത്തെ സ്ഥിരം പരിപാടി. റെഡി ആയിക്കണ ഒരാൾക്ക് വാരി കൊടുക്കണത് ഇതാണ്. ഇയാളുടെ ഡ്രസ്സ് കണ്ട, ഇയാളുടെ ഡ്രസ്സ് നല്ല ഞാൻ പറഞ്ഞ നമുക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. പാന്റും ഷർട്ടുമാണ്. ഹലോ ടീന അല്ലേ? ടീന ആകെ പെട്ടിരിക്കണേ. മമ്മിയും ഇല്ലാത്ത ടീനക്ക് എന്തൊക്കെ ചെയ്യണമെന്നറിയാൻ പാടില്ല. ഒരാളിവിടെ ഒറ്റയ്ക്ക് കഴിക്കണേ. ഇയാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ അറിയാം, ഇയാൾക്ക് അറിയാൻ പാടില്ല. ഇയാൾക്ക് ഇങ്ങനെ കഴിക്കണമെന്ന് അറിയാൻ പാടില്ല. നോക്കി ഓട്ടം കണ്ടല്ലേ, കള്ളത്തരല്ലാണ്ട് കാണിക്കില്ലേ. വാരി കൊടുത്താലും ഇറങ്ങുള്ളൂ. മൂത്താക്ക് വാരി കൊടുക്കാം, ഇളയാക്ക് തന്നെ. നോക്കിയേ, അതിനിടയ്ക്ക് വേറെ ട്വിസ്റ്റ് ഉണ്ടായിട്ടാ. നോക്കിയേ, തക്കാളി കറി ഉണ്ടാക്കിയെന്ന് വെച്ചാല് സംഭവം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ടീന ഇച്ചിരി തിരക്കായി പോയി. രാവിലെ ചെറുപയറാണ് റെഡിയാക്കാൻ വേണ്ടി എടുത്തത്. ചെറുപയർ എടുക്കാൻ വേണ്ടി എടുത്തിട്ട് രസമെന്നൊക്കെ പറഞ്ഞ് വെക്കണമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ചെറുപയർ കുക്കറിലേക്ക് കൊണ്ടിട്ട് ഇതടിച്ചിട്ട് വീഡിയോ എടുത്തോളം നമ്മളത്തേക്കും ചെറുപയർ അടിക്ക് പിടിച്ചു പോയി, പല്ലിയേക്കാൻ പാകത്തിനായി പോയി. അത് കാരണം ചെറുപയർ വാങ്ങിച്ച് തക്കാളിയിലേക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പൊ തക്കാളിയാണ് ഇന്നത്തെ രാവിലത്തെ. ഞാൻ പിള്ളേർക്ക് ഇന്ന് ടിഫിൻ മാത്രം കൊണ്ടുപോയാൽ മതി. ചെറിയ ക്ലാസ് ഉണ്ടാവും, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പൊ അത് കാരണം ചെറിയ ഉണ്ടാവുള്ളൂ. അപ്പൊ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടേ കൊച്ചിനാക്കിയിട്ട് പിള്ളേരെ കൊണ്ടാക്കിയിട്ട് ഞാൻ അങ്ങ് ജോലിക്ക് പോകും. പിന്നെ പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോകുന്നത് ടീനയാണ്. അപ്പൊ ശേഷമുള്ള കാഴ്ച, ടീന വന്നതിന് ശേഷം ഇവരുടെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് പറയിപ്പിച്ച് എന്താന്നുള്ളത് ടീന സംസാരിച്ചോളൂ. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് അന്നേരം കാണാം. അപ്പൊ ഞാൻ എനിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പെട്ടെന്ന് റെഡിയാകാൻ ഒരു യോഗടെ. ഹലോ. അപ്പോ ഞാൻ പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോയത് വീട്ടിൽ തുടങ്ങി. ഉള്ളൂ. അത് കാരണം മക്കളൊക്കെ പോകാൻ വേണ്ടി പോയത്. എന്നിട്ട് അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ വിശേഷം കൂടെ അറിയാം കേട്ടാ. അപ്പൊ ഇന്നത്തെ വിഷയങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മിസ് പഴയ തന്നെയാണോ? പഴയ മിസ് തന്നെയാണോ? എനിക്ക് പഴയ മിസ് തന്നെയാണ്. വിഷയത്തിൽ ഇറങ്ങി മക്കളെ. അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സിനെ കിട്ടിയോ? പുതിയ